ആ, അഹമ്മദാബാദിലുണ്ടായ നമ്മുടെ എയർ ഇന്ത്യ വിമാന ദുരന്തത്തിന് ശേഷം ഒട്ടനവധി വാർത്തകൾ, ഊഹാപോഹങ്ങൾ ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. അശോക് സാർ, എന്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഇപ്പോഴിതാ ചില മാധ്യമങ്ങൾ, എല്ലാ മാധ്യമങ്ങളുമല്ല, ചില മാധ്യമങ്ങളിൽ വരുന്ന വാർത്ത എന്ന് പറയുന്നത് ഭാരക്കൂടുതൽ കൊണ്ടാണ് ഇത്തരത്തിൽ അപകടം സംഭവിച്ചത്. വിമാനത്തിന് താങ്ങാൻ കഴിയുന്നതിൽ കൂടുതൽ ഭാരമുണ്ടായിരുന്നു, അതുകൊണ്ട് നടന്ന ഒരു അപകടമാണ് എന്ന തരത്തിൽ വാർത്തകൾ പുറത്തു വരുന്നു. സോഷ്യൽ മീഡിയ തുറന്നാൽ നമുക്ക് കിട്ടുന്ന ഒരു വൈബ് എന്താണെന്ന് വെച്ചാൽ പൊതുവെ എയർ ഇന്ത്യ സുരക്ഷിതമല്ല എന്നാണ്. ഇന്നലെയാണ് അതിന് കുറച്ചും കൂടി ഒരു ആക്കം കൂടിയത് എന്ന് വേണം പറയാൻ. ഇന്നലെ വൈകുന്നേരം മുതൽ ഇന്നിതാ ഈ നിമിഷം വരെ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ഒരു ആഹ്വാനം നടക്കുന്നുണ്ട്. എത്രത്തോളം ശരിയാണ് ഈ വാർത്തകൾ? ഇത്തരം വാർത്തകൾക്ക്, ഇത്തരം പ്രസ്താവനകൾക്ക്, സോഷ്യൽ മീഡിയയിലെ ഇത്തരം ചില പോസ്റ്റുകൾക്കൊക്കെ നമ്മൾ ഒരു ഫേസ് വാല്യൂ കൊടുക്കേണ്ട സാഹചര്യമാണോ നിലവിലുള്ളത്? എയർ ഇന്ത്യ സുരക്ഷിതമല്ല എന്നുള്ള പ്രചരണത്തിനോട് യോജിക്കാൻ പ്രയാസമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ എയർലൈൻസ് ആണ്. ദിവംഗതനായ ടാറ്റയുടെ പിതാവാണത് സ്ഥാപിച്ചത്. ഏതാണ്ട് 50 വർഷത്തിന് മേളിൽ പഴക്കമുള്ള ഒരു സ്ഥാപനമാണ് എയർ ഇന്ത്യ. അത് പിന്നീട് സർക്കാർ ഏറ്റെടുത്തു. പിന്നെ സർക്കാരിൻ്റെ ഒരു സ്ഥാപനമായിട്ട് അത് തുടർന്നു പോരുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് 2021 22 മറ്റോ ഇത് എയർ ഇന്ത്യ തിരിച്ച് ടാറ്റ വാങ്ങുകയും അവർ അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങുകയും ചെയ്തു. അപ്പം അതിൻ്റെ എയർ ഇന്ത്യയുടെ ചെയർമാൻ എന്ന് പറയുന്നത് ചന്ദ്രശേഖരനാണ്. അതായത് ടാറ്റ സൺസിൻ്റെ ചെയർമാൻ. അദ്ദേഹം ഒരു മോശക്കാരനായ CMD ഒന്നുമല്ല, അതെല്ലാവർക്കും അറിയാം. അതായത് ടാറ്റയുടെ തലപ്പത്ത് കൊണ്ടിരുത്താൻ ടാറ്റ ഗ്രൂപ്പ് അനുവദിച്ചിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ കഴിവിനെ പറ്റിയൊന്നും സംശയിക്കേണ്ട കാര്യമില്ല. അതിനേക്കാളുപരി എയർ ഇന്ത്യയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ CEO എന്ന് പറയുന്നത് ക്യാമ്പൽ വിൽസൺ എന്ന് പറയുന്ന ആളാണ്. ഇദ്ദേഹം ഏതാണ്ട് 4 നൂറ്റാണ്ടിന്റെ ഏവിയേഷൻ എക്സ്പീരിയൻസ് ഉള്ള വ്യക്തിയാണ്. ആള് ന്യൂസിലാൻഡുകാരനാണ്. ഇതിനു മുമ്പ് ടാറ്റയിൽ എത്തുന്നതിന് മുമ്പ് സിംഗപ്പൂർ എയർവേസിന്റെ CEO ആയിരുന്നു. സ്കൂട്ട് എന്ന് പറഞ്ഞ ഒരു എയർ ട്രാഫിക് അല്ലെങ്കിൽ എയർലൈൻസിന്റെ സ്റ്റാർട്ട് ചെയ്ത ഇദ്ദേഹമാണ്. അദ്ദേഹത്തിനെയാണ് എയർ ഇന്ത്യ ഇവിടെ കൊണ്ടുവന്ന് ഇതിന്റെ എയർ ഇന്ത്യയുടെ CEO ആക്കിയിരിക്കുന്നത്. അപ്പം ആ വിഷയങ്ങളിലൊന്നും നടത്തുന്ന പ്രചരണം എന്ന് പറയുന്നത് അത് മനുഷ്യ സഹജമായ ഒരു അങ്കലാപ്പാണ്. പിന്നെ എയർ ഇന്ത്യക്ക് ചെറിയ ചില പ്രശ്നങ്ങളുണ്ട്. നമുക്കത് അതിലേക്ക് വരുന്നതിന് മുമ്പ് കഴിഞ്ഞ ദിവസം വിംഗ് കമാൻഡർ A. മഹേഷ്, റിട്ടയർഡ് വിംഗ് കമാൻഡറാണ്, അദ്ദേഹം ഒരു ലേഖനം ഒരു മാധ്യമത്തിൽ എഴുതിയിരുന്നു. ഞാനത് വായിച്ചു കഴിഞ്ഞപ്പോൾ ആണ് ഇപ്പം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത്. അത് മഹേഷിനെ എനിക്ക് അറിയാവുന്ന വ്യക്തിയാണ്. ഞാൻ അദ്ദേഹത്തിനെ വിളിച്ചിട്ട് എനിക്കതിൻ്റെ അകത്തുണ്ടായിരുന്ന സംശയങ്ങളെ പറ്റിയൊക്കെ ചോദിച്ചു. അപ്പം അദ്ദേഹം പറഞ്ഞത് ഈ വെയിറ്റ് കൂടിയത് കൊണ്ടാണ് ആക്സിഡന്റ് ഉണ്ടായി എന്നുള്ള ഒരു പ്രചരണം നടക്കുന്നുണ്ട്. ഈ പ്രചരണത്തിന്റെ കാര്യം എന്ന് പറയുന്നത് ആളുകളെല്ലാം തെറ്റിദ്ധരിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകരും പൊതുജനവും തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് അതിന്റെ ലഗേജ് വെയിറ്റ് കൂടി എന്നുള്ളതാണ്. ഇദ്ദേഹം അത് പറയുന്നുണ്ട്. നമ്മളുടെ ഹാൻഡ് ബാഗിന്റെ വെയിറ്റ് സാധാരണഗതിയിൽ ആരും നോക്കാറില്ല. പിന്നെ ലഗേജ് വെയിറ്റ് ടാറ്റയുടെ ഇന്റർനാഷണൽ ഫ്ലൈറ്റിൽ 46 കിലോ, 23 കിലോയുടെ 2 പെട്ടി കയറ്റാം. അപ്പം കൂടുതൽ പെട്ടി വേണമെങ്കിൽ കൊടുക്കാം, പക്ഷെ അന്നേരത്തേക്ക് അതിന് അവർക്ക് പൈസ കൊടുത്താൽ മതി. അപ്പൊ പൈസ കൊടുക്കുമ്പോൾ എങ്ങനെ ഇത് കയറുന്നു? അപ്പൊ അതിൻ്റെ അകത്ത് എന്തോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ലേ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ തെറ്റിദ്ധരിച്ചാണ്, മാധ്യമപ്രവർത്തകരും മറ്റ് ഈ വാർത്ത പിന്തുടർന്നവരും തെറ്റിദ്ധരിച്ചൊരു കാര്യമാണത്. അതായത് ആളപ്പ് വെയിറ്റ് എന്നാണ് അതിന് പറയുന്നത്. ആളപ്പ് വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലൈറ്റ് റൺവേയിൽ നിന്നും ഉയരാൻ വേണ്ട ഒരു വെയിറ്റ് ഉണ്ട്. അത് ക്യാപ്റ്റനും ബാക്കിയുള്ള ക്യാപ്റ്റൻ നിശ്ചയിക്കുന്നതാണ്. അത് ക്യാപ്റ്റന് അതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു കൺസേൺ അല്ലെങ്കിൽ അതിനെപ്പറ്റി ഒരു സ്റ്റഡി ഉണ്ടായിരിക്കണം. ആ സ്റ്റഡിയിൽ നിന്നാണ് അദ്ദേഹം ഫ്ലൈറ്റിന്റെ വെയിറ്റ് കൂടുതലാണോ
കുറവാണോ എന്ന് നിശ്ചയിക്കുന്നത്. ഈ A171 എന്ന് പറയുന്ന ഫ്ലൈറ്റ് ഇംഗ്ലണ്ടിലേക്ക് പോകുന്നതാണ്, ഒറ്റ സ്ട്രെച്ചിന് പോകുന്ന ഒരു ഫ്ലൈറ്റ് ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ അകത്ത് അതിൻ്റെ ഏവിയേഷൻ ഫ്യൂവല് ഫുൾ ഫ്യൂവൽ ആയിരിക്കും. ചിലപ്പം എന്താ എക്സ്ട്രാ ഫ്യൂവലൂടെ ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. വഴിയിലെങ്കിൽ നിർത്താത്ത ഒരു സംവിധാനം ആയതുകൊണ്ട് അതിന് ആവിധ സംഭവങ്ങളൊക്കെ അതിൻ്റെ അകത്ത് വരാം. പക്ഷേ ഈ ഓൾ അപ്പ് വെയിറ്റ് എന്ന് പറയുന്ന സംഗതിക്കകത്ത് എന്താണ് സംഭവിക്കുന്നതിന് അതിനെപ്പറ്റി മഹേഷ് അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസിൽ നിന്ന് പറയുന്നവരെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ കേൾക്കേണ്ടത്. അദ്ദേഹം ഇന്ത്യൻ എയർഫോഴ്സിൽ ജോലി ചെയ്തിട്ടുള്ള ആളാണ്, ഫ്ലൈറ്റ് എഞ്ചിനീയർ ആണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു അനുഭവം പറയുന്നുണ്ട്. ഇതിനെ സംബന്ധിച്ച, അതായത് ഈ ഓൾ അപ്പ് വെയിറ്റിന്റെ അകത്ത് വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ലഗേജ് വെയിറ്റ്, പിന്നെ ഫ്ലൈറ്റിലെ യാത്രക്കാരുടെ ഭാരം, ഫ്ലൈറ്റിന്റെ ഭാരം, ഫ്യൂവല്, കൂടാതെ സേൾസ്, അതായത് കാറ്റ് സമ്മർദ്ദം താഴോട്ട് അമർത്താം. പിന്നീട് ടെമ്പറേച്ചർ, ചൂട് കൂടുമ്പോഴേക്കും എയർ ലൈറ്റ് ആകും. എയർ ലൈറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഇതിൻ്റെ അകത്തുണ്ടാക്കുന്ന ഇമ്പാക്റ്റുകളൊക്കെ ഉണ്ട്. ഇതെല്ലാം കൺസിഡർ ചെയ്തിട്ടാണ് ഒരു ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു കാര്യത്തില് A171 181 അത് ആ ഫ്ലൈറ്റ് UK പോയ ഫ്ലൈറ്റ്, അത് അതിന്റെ റൺവേയിൽ 11,000 അടിയുള്ള റൺവേ ആണ്. സാധാരണ ഇത്തരം ഫ്ലൈറ്റുകൾ 11,000 അടി റൺവേ റൺ ചെയ്യാറില്ല, അതിനു മുമ്പേ ടേക്ക് ഓഫ് ചെയ്യുകയാണ്. പക്ഷെ അതിന് പറ്റിയില്ല. ഏതാണ്ട് അത് ഫുൾ ലെങ്ത് റൺവേ യൂട്ടിലൈസ് ചെയ്തതിന് ശേഷമാണ് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തത്. പക്ഷേ ഈ പക്ഷിക്ക് മുകളിലേക്ക് പറന്നു വരാൻ കഴിഞ്ഞില്ല. തൊട്ടടുത്തുള്ള ഒരു ഹോസ്റ്റൽ കെട്ടിടത്തിൽ ക്രാഷ് ലാൻഡ് ചെയ്യുകയാണ്. ക്രാഷ് ലാൻഡ് എന്ന് അതിന് പറയാൻ പറ്റില്ല, ഇറ്റ്സ് ആൻ ആക്സിഡന്റ്. അത് അങ്ങനെ എടുക്കുന്നതിനാണ് കൂടുതൽ നന്മ, അല്ലെങ്കിൽ അതാണ് കൂടുതൽ യാഥാർത്ഥ്യബോധത്തോടു കൂടിയുള്ള സമീപനം എന്നാണ് മഹേഷ് പറയുന്നത്. അത് ആക്സിഡന്റ് ആണ്, ആക്സിഡന്റ് വിത്ത് എ ഹ്യൂമൻ എറർ. അതിൻ്റെ അകത്തൊരു ഹ്യൂമൻ എറർ ഉണ്ട്, അത് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ആ ഹ്യൂമൻ എറർ എന്താണെന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ട കാര്യം. അതിപ്പം ബ്ലാക്ക് ബോക്സും മറ്റ് ബന്ധപ്പെട്ട ഉപകരണങ്ങളും അനലൈസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ആ ഹ്യൂമൻ എറർ എന്താണ് എന്നുള്ളത് നമുക്ക് വെളിപ്പെടുത്താൻ കഴിയും. ഇത്രയും കാര്യത്തില് അതിനെ സംബന്ധിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ടാറ്റയുടെ ഇന്ത്യൻ എയർലൈൻസിനെ പറ്റി പറയുകയാണെങ്കിൽ, ഇന്ത്യൻ എയർലൈൻസിനെ പറ്റി എല്ലാ കാലത്തും പരാതിയാണ്. പരാതി വരാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അതിനൊരു ബ്യൂറോക്രാറ്റിക് സെറ്റപ്പാണ്. അതായത് ടാറ്റ ഏറ്റെടുത്ത സമയത്ത് തന്നെ ക്രൂവിനെ കംപ്ലീറ്റ് പിരിച്ചുവിട്ട് പുതിയ ക്രൂവിനെ എടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ട്രേഡ് യൂണിയനിസം അവിടെ കൊണ്ടുവന്നു. ഇവർ സമരം ചെയ്യാണ്ട് 100 ദിവസത്തോളം കണ്ട് സമരം ചെയ്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനുശേഷമാണ് ടാറ്റ 5 വർഷത്തെയോ മറ്റോ ഒരു മാർജിൻ പീരീഡിൽ ഇവരെ വെച്ചുകൊണ്ടാണ് ഇപ്പം ടാറ്റ മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഇതിനിടയ്ക്ക് തന്നെ ടാറ്റയെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ടാറ്റ എയർലൈൻസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത്, 1-2 തവണ ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ ഇതിനെതിരെ നോട്ടീസ് കൊടുത്തിട്ടുണ്ട്, ടാറ്റയുടെ കാര്യങ്ങൾക്കെതിരെ. ഈ ശരിക്കും ടാറ്റയുടെ എയർലൈൻസ് കമ്പനി എന്താ കാര്യങ്ങൾ കൃത്യമായിട്ട് നിർവഹിക്കുന്നുണ്ടോ എന്ന് നോക്കേണ്ട സ്ഥാപനം DGCA ആണ്. അവര് അത് കൃത്യമായിട്ട് നിർവഹിക്കുന്നുണ്ടോ എന്നുള്ളത് പൊതുജനം അറിയേണ്ട കാര്യമാണ്. അത് ഏവിയേഷൻ മിനിസ്ട്രി അതിനെ സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ പുറത്തുവിടും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ മിലിറ്ററി ഫ്ലൈറ്റുകളിലാണെങ്കിൽ ദേ ക്യാൻ കോംപ്രമൈസ് ടു സേഫ്റ്റി എന്നാണ് മഹേഷ് പറയുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ അവര് ഒരു റിസ്ക് ഏരിയയിൽ നിന്നും പുറപ്പെട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റിസ്ക് ഇവന്റ് ചെയ്യുന്ന ആളുകളായതുകൊണ്ട് അവർക്ക് ആകാം. എങ്കിൽ പോലും അത് തന്നെ ഒരു സിവിൽ പാർട്ടിയിലേക്ക് പോകുമ്പോൾ, അതായത് ഏതെങ്കിലും ഫ്ലൈറ്റില് പട്ടാളക്കാരെ കൊണ്ടുവരികയോ അല്ലെ ആമിനേഷൻസ് അല്ലെങ്കിൽ ഫുഡ് കൊണ്ടുപോവുകയോ ഒക്കെ ചെയ്യുമ്പോഴുള്ള സമയത്ത് അവർ കുറച്ചുകൂടെ സേഫ്റ്റി മെഷേഴ്സ് നോക്കാറുണ്ട്. അത് അദ്ദേഹത്തിന്റെ ലേഖനത്തില് പറയുന്നുണ്ട്. ലേയിൽ നിന്നും പുറപ്പെട്ട ഒരു ഫ്ലൈറ്റില് അതിന്റെ AUL
അതായത് അതിന്റെ ഭാരം, ഓൾ ഓഫ് വെയിറ്റ് കൂടിയത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ക്യാപ്റ്റൻ ചെയ്ത പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നദിയുടെ മുകളിൽ കൂടെ കുറേ നേരം വെറുതെ ഫ്ലൈറ്റ് ഓടിച്ചിട്ട് ഫ്യൂല് കത്തിച്ച് കളഞ്ഞിട്ടാണ് അത് താഴേക്ക് വന്നത്. ലേയിൽ ടെമ്പറേച്ചർ കുറവാണ്, അതുകൊണ്ട് അതിന്റെ സമ്മർദ്ദം കണക്കിലെടുത്തിട്ട് അങ്ങനെ ചെയ്തു. അപ്പൊ ടാറ്റയുടെ ഫ്ലൈറ്റുകൾ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഓടുന്ന ഡൊമസ്റ്റിക് ഫ്ലൈറ്റുകൾക്കൊക്കെ അതിന്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് നിർവഹിക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കേണ്ടത് ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ ആണ്. അവരുടെ ഭാഗത്ത് നിന്ന് അതിന് വേണ്ട, അതായത് ഒരു നോട്ടീസ് കൊടുത്തു എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് അവിടെ ചില്ലറ പ്രശ്നങ്ങളുണ്ട്. അത് ചില്ലറ പ്രശ്നങ്ങളായിരിക്കും. ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് DGCA വളരെ ശക്തമായിട്ട് ഇടപെടേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പം നമുക്ക് മുമ്പിലുള്ളത്. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ ഡൊമസ്റ്റിക് സയൻസിലെ യാതൊരു വിധമായ സേഫ്റ്റിക്കും ലാപ്സ് വരാൻ പാടില്ല എന്നുള്ള ഇറ്റ്സ് എ കണ്ടീഷൻ. അത് ചായ കൊണ്ടുതന്ന എയർ ഹോസ്റ്റസിന്റെ എന്താണ് അനുഭവത്തിൽ പോലും എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ യു ക്യാൻ മേക്ക് എ റിപ്പോർട്ട്. ആ റിപ്പോർട്ട് വരെ കൺസിഡർ ചെയ്യണം. അല്ലെങ്കിൽ ചായക്കകത്ത് പഞ്ചസാര കുറഞ്ഞു, വെള്ളം ചോദിച്ചിട്ട് തന്നില്ല, പിന്നെ സീറ്റ് കുടുങ്ങുന്നു, AC വർക്ക് ചെയ്യുന്നില്ല, ഇതൊന്നും പറയുന്നത് എയർലൈൻസിലെ വലിയ വിഷയങ്ങളാണ്. പക്ഷേ ഇതിനൊരു ബ്യൂറോക്രാറ്റിക് ഹാങ് ഓവർ ഉള്ളതുകൊണ്ട്, എയർ ഇന്ത്യക്ക് ബ്യൂറോക്രാറ്റിക് ഹാങ് ഓവർ ഉള്ളതുകൊണ്ടും ഇതൊരു സർക്കാർ സ്ഥാപനം ആയിരുന്നത് കൊണ്ടും അതിൻ്റെ അകത്ത് നമ്മൾ കൊടുക്കുന്ന ഒരു മാർജിൻ ഉണ്ട്. ആ മാർജിൻ ഇനിയുള്ള കാലത്ത് ഉണ്ടാകാതിരിക്കാനുള്ള ശ്രദ്ധേയമായ നടപടികളാണ് ഇവരിൽ നിന്നും ഉണ്ടാകേണ്ടത്, DGCAയിൽ നിന്നും ഉണ്ടാകേണ്ടത്. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഏറ്റവും സങ്കടകരമായ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ എയർക്രാഫ്റ്റ് ആയാലും അതുപോലുള്ളതൊക്കെ ആകുമ്പോൾ നമ്മുടെ മനുഷ്യന്റെ പുരോഗതിയുടെ ഭാഗമാണ്. അതിൽ കാറ്റസ്ട്രോഫികൾ, ആഘാതങ്ങളൊക്കെ സംഭവിക്കാറുണ്ട്. അതിനെ തലത്തിൽ ഇതിൽ കൺസിഡർ ചെയ്തിട്ട് വേണം അതിനെപ്പറ്റി അഭിപ്രായം പറയാൻ. ഇവിടെ ഈ പല ചാനലുകൾ പല വിധത്തിലുള്ള ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട്. അതായത് ടാറ്റയുടെ കപ്പാസിറ്റി അല്ലെങ്കിൽ കഴിവ് കുറവ്, അല്ലെങ്കിൽ അവരുടെ ഇതിനോടുള്ള താല്പര്യക്കുറവ്. അതിനേക്കാളൊക്കെ ഏറ്റവും ഉപരി എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് ഗൂഢാലോചനകളൊക്കെ പ്രചരിപ്പിക്കുന്ന ചില കക്ഷികളുണ്ട്. അക്കൂട്ടത്തിൽ ഒരു എഞ്ചിനീയറിംഗ് പഠിച്ച ഒരു വ്യക്തിയെ ഞാൻ കണ്ടു ഈ ഊഹാപോഹം പ്രചരിപ്പിക്കുന്നതിന്റെ കൂട്ടത്തിൽ. അദ്ദേഹം അങ്ങ് തീർത്ത് പറയുകയാണ്, അങ്ങനെയൊന്നും പറയാൻ പാടില്ല. അപ്പൊ അങ്ങനെയുള്ള ഊഹാപോഹങ്ങൾ നമ്മൾ പ്രചരിപ്പിക്കരുത്. അത് എല്ലാ ആളുകളും, സോഷ്യൽ മീഡിയ ആയാലും മാധ്യമപ്രവർത്തകരായാലും പിന്നീട് എന്താണ് ഏത് വ്യക്തികളാണെങ്കിൽ പോലും ഒരു കാറ്റാസ്ട്രോഫി അത്യാപത്ത് ഉണ്ടായിരിക്കുന്ന സമയത്ത് ഇത്തരം ഊഹാപോഹങ്ങൾ പ്രകടിപ്പിക്കുക, സംയമനം പാലിക്കുക എന്നുള്ളതാണ്. കാരണം ഇതിന്റെ യഥാർത്ഥ ചിത്രം ഗവൺമെന്റും DGCAയും കൂടെ പുറത്തു കൊണ്ടുവരും. ആ സമയത്ത് നമുക്ക് പ്രതികരിക്കാൻ പറ്റും. അതിനു മുമ്പ് നടത്തുന്നതെല്ലാം വിദ്വേഷ പ്രചരണമാണ്. യെസ്, അതാണ്. എന്തായാലും വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് കണ്ടെത്തിയിട്ടുണ്ട്, DVR തിരികെ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ അന്വേഷിച്ചതിന് ശേഷം DGCA കൃത്യമായി എന്താണ് അപകടത്തിന് പിന്നിലുണ്ടായത് എന്നുള്ള കാരണം വ്യക്തമാക്കും. അതിനുവേണ്ടി കാത്തിരിക്കുക എന്നുള്ളതാണ്. അശോക് സാർ പറഞ്ഞതുപോലെ ഇത്തരത്തിൽ വിദ്വേഷ പ്രചാരണങ്ങൾ നടത്താതിരിക്കുക എന്നുള്ളതും ശ്രദ്ധിക്കേണ്ടതാണ്. വ്യക്തമാണ്. താങ്ക് യു സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.